AAC 12D വളരെ കൃത്യമായി പറയുന്നു, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ഒരു പേഷ്യൻ്റ് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണം, മറ്റ് റിപ്പോർട്ടുകളെല്ലാം കൊടുക്കണം. ഡിസ്ചാർജ് സമ്മറിയുടെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു സ്റ്റാൻഡേർഡിൽ ഡിസ്ചാർജ് സമ്മറി എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഡിസ്ചാർജ് പ്രോസസ്സിൻ്റെ പാർട്ടാണ്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ ഓഫ് ഡിസ്ചാർജിനകത്ത് ഇതൊരു പാർട്ടാണ്. എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറിയും മറ്റ് റിപ്പോർട്ടുകൾ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളാകാം, അതെല്ലാം തന്നെ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ റൈറ്റാണ്. അവരുടെ കയ്യിൽ നമ്മൾ കൊടുത്തു വിടണം. അതെല്ലാ കേസിലും നമ്മളത് ചെയ്യണം. പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിലും ലാമ പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ ഈ ഒരു ഡിസ്ചാർജ് സമ്മറി കൊടുക്കാൻ ബാധ്യതയുണ്ട്. നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ കൊടുക്കണം. ആസ് യൂഷ്വൽ സാധാരണ ഡിസ്ചാർജ് പോലെ തന്നെയാണ് നമ്മൾ ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതുപോലെ ഡെത്താണ് പേഷ്യൻ്റ് എങ്കിൽ ഒരു ഡെത്ത് സമ്മറി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ കൃത്യമായിട്ട് ഒരു ഡിസ്ചാർജ് സമ്മറി കൊടുക്കാൻ വില്ലിങ് ആയിരിക്കും. പക്ഷേ ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വരുന്ന പേഷ്യൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും അത് ഡൈല്യൂട്ട് ചെയ്യാറുണ്ട്. അത് പാടില്ല. A discharge summary is given to all patients leaving the organization, including patients leaving against medical advice എന്ന് തന്നെ വളരെ വ്യക്തമായിട്ടാണ് AAC 12D പറയുന്നത്. കാരണം അതിലൊരു കോംപ്രമൈസ് വരാതിരിക്കണം. നമ്മൾ ഈ കൊടുക്കുന്ന ഡിക്ലറേഷനിൽ ഈ ഒരു ഡിസ്ചാർജ് സമ്മറിക്ക് മുമ്പ് ഈ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറുടെയോ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ സ്റ്റാൻഡേർഡ് വേയിൽ എഴുതി വാങ്ങിക്കാം. നിങ്ങൾ എന്തെങ്കിലും എഴുതിത്താന്ന് പറഞ്ഞ് അവരെ എഴുതാൻ വിട്ടാൽ പലപ്പോഴും നടക്കില്ല. നമുക്ക് കൃത്യമായൊരു സ്റ്റാൻഡേർഡ് വേ ഉണ്ടാവണം നമ്മുടെ ഓർഗനൈസേഷനിൽ. ഒരു ഡിക്ലറേഷൻ എങ്ങനെയാണ് അവർ തരേണ്ടതെന്ന് ആ ഒരു ഫോർമാറ്റിൽ അവർ ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്ത് തരാൻ അവർക്ക് ബാധ്യതയുണ്ട്. അത് വാങ്ങിയതിന് ശേഷം നമ്മളുടെ എല്ലാ ഇൻഫർമേഷൻസും ആ ഡിസ്ചാർജ് സമ്മറിയിലും റിപ്പോർട്ട്സിലുമായിട്ട് കൊടുത്തു വിടണം. കാരണം നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് പോകണമെങ്കിൽ അത് റെഫറൻസാണ്. നമ്മുടെ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ആ റെഫറൻസ് നോട്ട് അവിടെ ഉണ്ടാവണം. ഒരു ഡിസ്ചാർജ് സമ്മറി ആയിട്ടും മറ്റ് റിപ്പോർട്ടുകളായിട്ടും അവിടെ ഉണ്ടാവണം. അതിനെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ സ്വാഭാവികമായ റെഫറൻസിൽ നിന്നോ ഡിസ്ചാർജ് സമ്മറിയിൽ നിന്നോ അല്പം മാറ്റം ഉണ്ടാകുക. അതിലെ കണ്ടന്റുകളിൽ അത് മെൻഷൻ ചെയ്യാം. ഇവർ എഗെയിൻസ്റ്റ് അഡ്വൈസ് ആണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ ഒരു ഡിസ്ചാർജ് സമ്മറി ആ റെഫറൻസിലും ഉണ്ടാവണം. സോ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി ഏത് കണ്ടീഷനിൽ ഇവിടുന്ന് പോയാലും, അത് ഡെത്ത് ആണെങ്കിലും ക്യൂർഡ് ആയിട്ട് പോകുന്നതാണെങ്കിലും എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിലും ഒരു സമ്മറി വിത്ത് ഓൾ അതർ റിപ്പോർട്ട്സ് നമ്മൾ ഇവിടുന്ന് കൊടുക്കണം. അതിൻ്റെ ഒരു കോപ്പി മെഡിക്കൽ റെക്കോർഡ്സിലുണ്ടാവണം. ഇനി അത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് ആഡ് ചെയ്യാൻ നിൽക്കേണ്ട. നമ്മുടെ ഈ ഗ്രേപ്സ് IDMR ഉപയോഗിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഡിസ്ചാർജ് സമ്മറിയുടെ കോപ്പിയും റിപ്പോർട്ട്സിൻ്റെ കോപ്പിയും എല്ലാം തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട, ആൾറെഡി അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് കൊടുക്കുന്നതിന് നമുക്ക് കൃത്യമായ ഫോർമാറ്റ് ഉണ്ടാവണം. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ കൊടുക്കണം. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ നമുക്ക് അവരുടെ നിന്നൊരു ഡിക്ലറേഷൻ വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. അത് വാങ്ങിയിട്ട് ഡിസ്ചാർജ് സമ്മറിയും റിപ്പോർട്ട്സും കൊടുക്കണം. AAC 12D കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ.